CPIക്കാർക്ക് അരിശം തീരുന്നില്ല. അതുകൊണ്ട് അരിശം തീരാൻ അവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ CPI നിൽക്കുന്നത്. പണ്ടൊരു നായർ വിശന്ന് വലഞ്ഞു വന്നപ്പോൾ ഭക്ഷണം കിട്ടാതെ വന്നു കഴിഞ്ഞ് ദേഷ്യമായി പലതും എടുത്തെറിഞ്ഞു. അതുകൊണ്ട് അരിശം തീരാൻ ഞാൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നത് എന്ന് പറഞ്ഞതുപോലെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ CPM നേതൃത്വത്തെയും ഭരണത്തെയും എല്ലാം പൊതിരെ തല്ലി. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ട് ഇപ്പം നമ്മുടെ CPI ജോസ് കെ മാണിയുടെ നെഞ്ചത്തേക്ക് കയറിയിരിക്കുകയാണ്. അതായത് കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് വലിയ ഗുണമൊന്നും ആർക്കും ഉണ്ടായില്ല. കേരള കോൺഗ്രസിലെ കുറച്ച് നേതാക്കന്മാർ ഇങ്ങോട്ട് എഴുന്നള്ളി, അണികളൊക്കെ അവിടെ തന്നെ നിന്നു എന്നാണ് ഇപ്പോൾ CPIയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വരുന്നത്. ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ ആരെയൊക്കെ CPI എടുത്തിട്ട് അലക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒന്നുമല്ലെങ്കിൽ രാജ്യത്ത് 100 വയസ്സായ ഒരു പാർട്ടിയാണ് ഈ പടവലങ്ങ പോലെ അങ്ങനെ വളർന്നുകൊണ്ടു പോകുന്ന ഒരു പാർട്ടിയുമാണിപ്പോൾ CPI. CPMൻ്റെ തണലിൽ നിന്ന് അവരുടെ ചവിട്ടും കുത്തുമൊക്കെ ഏറ്റ് അവരുടെ തൊഴുത്തിൽ കഴിയുന്ന ഒന്നാണ് CPI. അവർക്കിപ്പം ജോസ് കെ മാണിയെ അവിടുന്ന് ഇറക്കി വിടണം. ജോസ് കെ മാണി ഇറങ്ങാനും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇല്ല, അവസരം കാത്തിരിക്കുകയാണ്. മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെയാണ് ജോസ് കെ മാണി ഇങ്ങോട്ടൊന്ന് ചാടാനായിട്ട് കയ്യാലപ്പുറത്തിരിക്കുക. അപ്പോഴാണ് അവിടുന്ന് ഒരു ഉന്തൂട വരുന്നത്. ജോസ് കെ മാണി ഇവിടെ വന്നിട്ട് 2021 LDFിൽ വന്നത്. യാതൊരു നേട്ടവും ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പില് 2 ചിഹ്നത്തിൽ വേണ്ടത്ര വോട്ട് കിട്ടിയിട്ടില്ല. 2 കേരള കോൺഗ്രസ്. അവര് കോട്ടയവും പാലയും ഒക്കെയാണ് കേരള കോൺഗ്രസുകളുടെ ഈറ്റില്ലം എന്ന് പറയുന്നത്. ഇനിയിപ്പം ജോസ് കെ മാണി തന്നെ പാലയിൽ വീണ്ടും മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അവരുടെ അണികളൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഏത് UDFിൽ തന്നെ. അതുകൊണ്ടാണ് ജോസ് കെ മാണി പാലയിൽ തോറ്റതും കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിൽ തന്നെ വലിയ വോട്ട് വിഹിതം കുറവ് വന്നതും. കടുത്തുരുത്തി കേരള കോൺഗ്രസിൻ്റെ പ്രധാന ഇടമാണ്. അവിടെ ഇപ്പോൾ മോൻസ് ജോസഫാണ് നിൽക്കുന്നത്. കടുത്തുരുത്തിയിൽ ഈ മോൻസ് ജോസഫിന് അതായത് എതിരെ അവരിനി ഒന്നിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ധാരണ ഉണ്ടായെന്ന് വരാം. ഈ ജോസ് കെ മാണിക്ക് നിൽക്കണമെന്നും താല്പര്യമുണ്ടെന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്നു കഴിഞ്ഞാൽ വീണ്ടും പരാജയം നേരിടേണ്ടി വരുമെന്നും പലയിടങ്ങളിൽ നിന്നുള്ള വിശകലനമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കടുത്തുരുത്തിയിൽ വോട്ട് കുറഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നേതാക്കന്മാർ മാത്രമേ ഇവിടെ എത്തിയുള്ളൂ എന്നാണ് CPIയുടെ വിമർശനം. CPI ഈ കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരുന്നത് തുടക്കത്തിൽ തന്നെ വളരെയധികം എതിർത്തിരുന്ന ആളാണ്. അന്ന് കാനൻ രാജേന്ദ്രൻ ആയിരുന്നു പാർട്ടി സെക്രട്ടറി. കാരണം CPIക്കൊരു ഭയമുണ്ടായിരുന്നു. CPIയുടെ ഘടകകക്ഷി 2ാം സ്ഥാനമാണ് LDFിൽ. ആ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളത്. കാരണം കേരള കോൺഗ്രസ് അത്ര നിസാരപ്പെട്ടതൊന്നുമല്ല. കേരളത്തിൽ ഏത് ഭരണം മാറി മറിഞ്ഞു വന്നാലും അതിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ടാകും. അതുകൊണ്ട് CPI അങ്ങനെ ഭയപ്പെട്ടിരുന്നു. ഇപ്പോഴും അങ്ങനെ CPIയെ കയറി അമർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസ് വളർന്നു കഴിഞ്ഞാൽ അത് CPIക്ക് വലിയ ദോഷമുണ്ടാക്കുന്നതാണ് എന്ന് CPIയുടെ നേതാക്കന്മാരിൽ പലരും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവരത് കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ എടുത്തിട്ടിരിക്കുന്നത്. ഇപ്പൊ ജോസ് കെ മാണിയെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഒരവസരം കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ജോസ് കെ മാണി വിഭാഗം LDF ഉന്നയിച്ചിരിക്കുന്ന വിവരം തന്നെ എന്ന് പറയുന്നത് നിയമസഭ അടിയന്തരമായി വിളിച്ചു കൂട്ടണം, വന്യജീവി പ്രശ്നവും തെരുവുനായി പ്രശ്നവും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത്
വളരെ പരസ്യമായിട്ട് തന്നെ ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. പക്ഷേ CPM പറയുന്നത് അത് മുന്നണിയിൽ ആവശ്യപ്പെടണം, മുന്നണി മര്യാദ കാണിക്കണം എന്നാണ്. അതില്ലാതെ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനൊരു നോട്ടീസ് കൊടുത്തിട്ട് പോലും 1 മാസം കഴിഞ്ഞിട്ട് മറുപടി കിട്ടിയില്ല എന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട്. ജോസ് കെ മാണി ഇതെല്ലാം അങ്ങോട്ട് ഉന്നയിക്കുകയാണ്. ഈ വക കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകാത്തതുമായ ഒരു പ്രസ്ഥാനത്തിൽ താൻ ഇനി നിൽക്കുന്നില്ല, താനും തൻ്റെ പാർട്ടിയും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിറങ്ങാൻ നോക്കുകയാണ്. അതിനാണ് ഈ അടിയന്തരമായിട്ട് നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് പറയുന്നത്. ആ സമ്മേളനം വിളിച്ചു കൂട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, വന്യജീവി സംഘർഷത്തെക്കുറിച്ചൊക്കെ. പിന്നെ തെരുവ് നായയെക്കുറിച്ചുള്ള എന്നും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ജോസ് കെ മാണിയുടെ ഈ വാദം ശരിയല്ലെന്നാണ് പറയുന്നത്. ഈ കത്ത് കൊടുത്തിട്ട് പോലും അതിന് തിരിച്ചൊരു മറുപടിയും കൊടുത്തിട്ടില്ലെന്നാണ് ജോസ് കെ മാണി പരാതിപ്പെടുന്നത്. രേഖാമൂലം ഒരു മറുപടി തരണ്ടേ? സഭ ഇതിനു വേണ്ടി കൂടാൻ പറ്റില്ല, എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള വിവരവുമായിട്ടും കത്തും കൊടുത്തിട്ടില്ല. അപ്പോൾ ജോസ് കെ മാണി ഇത്തരത്തിൽ ഈ UDF ഒരു പൊതുവെ ഒരു ചായ്വ് പ്രകടിപ്പിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. അപ്പോൾ CPIയുടെ ഈ സമ്മർദ്ദം കൂടി ഏറുമ്പോൾ അവിടെ LDFനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട പാർട്ടിയാണ്. അവരുടെ പ്രശ്നങ്ങളാണ്. എല്ലാവരും തന്നെ ഇതിനകത്ത് കൂടുതലും ക്രൈസ്തവരാണ്. അവർ കർഷകരാണ്, ഒരു കാർഷിക ജീവിതം നയിക്കുന്നവരാണ്. അവർ വന്യജീവികളിൽ നിന്ന് വലിയ സംഘർഷമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കൃഷി ചെയ്യാൻ പോയിട്ട് ജീവന് പോലും നിലനിൽപ്പിന് പോലും അപകടം ഉണ്ടാക്കുന്ന, ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് വന്യജീവികളുടെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പരിഹരിക്കാനായിട്ട് LDF സർക്കാരിന് കഴിയുന്നില്ല എന്ന് ഇവർ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നണി വിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് CPIയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്ന് സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കുന്നത്. UDF ആണെന്നുണ്ടെങ്കിലും ഏറെ നാളായിട്ട് വല വിരിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരണമെന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടിയെ അതിന് തന്നെ വലിയ ഉത്സാഹവും കാണിച്ചു നിൽക്കുകയാണ്. കാരണം കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞാലിക്കുട്ടി എന്നല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണം അടുത്ത തവണ കിട്ടണം. ജോസ് കെ മാണിയും കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ശക്തിയുണ്ടല്ലോ. പത്തനംതിട്ട, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, പാല എന്നീ പ്രദേശങ്ങളിൽ ഉള്ള ഇവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ നിന്നുള്ള വോട്ട് വിഹിതം കൂടുതൽ നേടാനായിട്ട് സാധിക്കും. UDFന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനും കഴിയും എന്നിവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് UDFിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പം അങ്ങനെ തയ്യാറെടുത്തൊക്കെ നിൽക്കുമ്പോഴാണ് CPIയുടെ ഈ സമ്മർദ്ദം കൂടെ ഏറുന്നത്. അതിവർക്ക് വലിയ LDFന് വലിയ ദോഷത്തിലേക്കായിരിക്കും പോവുക. ജോസ് കെ മാണി കളഞ്ഞിട്ട് പോവുകയും ചെയ്യും.